നല്ല കരുത്തിലെടുത്താൽ മതി. So, good evening everyone. And voice clear ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Am I audible? കേൾക്കാൻ പറ്റുന്നുണ്ട്. പോയ അങ്ങോട്ട് പോയ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിന്ന് ന്യൂട്രീഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലെക്ചർ അല്ല, മറിച്ച് ഒരു ഇൻട്രഡക്ഷൻ തരിക എന്നതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ന്യൂട്രീഷൻ്റെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്, എന്താണ് മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഒന്ന് ബ്രീഫായിട്ടൊന്ന് ടച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ട്രെയിനേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഒബ്വിയസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഡയറ്റ് പ്ലാൻ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ, ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽ, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന കാര്യത്തിൽ തന്നെ ഓരോ പോയിന്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ന്യൂട്രീഷൻ തന്നെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. നമുക്കതിൽ തന്നെ ന്യൂട്രീഷൻ തന്നെ ഇപ്പോൾ ബയോകെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫിസിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടല്ല പോകുന്നത്, കുറച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഇൻട്രൊഡക്ഷൻ തരിക, എന്താണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, സ്ക്രീന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, തുടങ്ങിയതാ. സോ എന്താണ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ന്യൂട്രിയൻസ് മാത്രമാണോ, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ കഴിക്കുന്നു റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ ഡയറ്റ്, അല്ലെങ്കിൽ ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണോ? അല്ല, ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത് മ്യൂട്ട് ചെയ്ത് നോക്കണേ. വണ്ടിയിൽ മൂവുണ്ടേ അതൊക്കെ പോയി.
എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് നോക്കണേ. ഇവിടെ തന്നെ ടോക്കൺ കൊടുക്കുന്നത് എന്നെ മുന്നിൽ കാണില്ലേ നമ്മള് പാസ്സൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. പുതിയമായി ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കോ. ഓക്കെ. സോ ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്ന് മാത്രമല്ല, ആ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസ് ബോഡി എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു, അതിൻ്റെ എന്തൊക്കെ ബോഡിയിൽ എന്തൊക്കെ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, എന്തൊക്കെ യൂസ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ അത് അബ്സോർബ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അല്ലാതെ നമ്മൾ എന്ത് കഴിക്കുന്നു അല്ലെങ്കിൽ പ്യൂർലി ഡയറ്റ് എന്നുള്ള ഒരു ആംഗിൾ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരം ശരീരത്തിന് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടാക്കുന്നു, അതേപോലെ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ഓരോ ഡോസിന് അനുസരിച്ചിട്ട്, ഓരോ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡെഫിനിഷൻ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എ ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഫിറ്റ്നസ് ഓഫ് എനി പേഴ്സൺ whether the person perform simple work or engages in highly competitive sports. അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ്, എന്താ ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളത് നമുക്ക് പറയാം. ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു പോഷകാഹാരം എന്ന് നമുക്ക് ജനറലായിട്ട് പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡയറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത്, അത് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കോ മാത്രം വേണ്ട ഒരു കാര്യമല്ല. നോർമൽ ആയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അവരവരുടെ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ ലൈഫ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അത് സ്പോർട്സ് പേഴ്സണ് മാത്രമല്ല, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവർക്ക് മാത്രമല്ല, എല്ലാ നോർമൽ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവർക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പോഷകാഹാരം ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എ ബാലൻസ്ഡ് ഡയറ്റ് refers to the intake of edibles which can provide all the essential nutrients and other constituents necessary for growth and maintenance of the body in definite amount in which they are required by the body. ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും ഇപ്പം ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. ഇപ്പം ഓഫീസ് ജോബ് മാത്രം ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പാറ്റ് സ്പോർട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഓരോ ആൾക്കാർക്കും റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. പക്ഷെ എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള നീഡ്സ് അത് പ്രോപ്പറായിട്ട് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ഉള്ളവർക്ക് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർ ഡയറ്റ് ന്യൂട്രിയൻസ് കിട്ടണമായിരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷനുള്ള ആൾക്കാരാണെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പെസിഫിക് ന്യൂട്രിയൻസ് വേണ്ട കേസ് ആണെങ്കിൽ അതിനനുസരിച്ചായിരിക്കാം അവർക്ക് റിക്വയർമെൻറ്റ് ഉണ്ടാവും. പക്ഷെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളത് ജനറലി പറയുമ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് മാത്രം ന്യൂട്രിയൻസ് കിട്ടുക എന്നല്ല, നമുക്ക് ആവശ്യത്തിന് നമ്മളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിന് കണക്കാകുന്ന രീതിയിൽ നമുക്ക് ന്യൂട്രിയൻസ് ലഭിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഗ്രോത്തിനായാലും ശരി, അതേപോലെ ബോഡിയുടെ പെർഫോമൻസ് നന്നായിട്ട് മെയിൻ്റെനൻസ് ലെവലിലായിക്കോട്ടെ, അതേപോലെ റിക്കവറി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ ആസ്പെക്റ്റിലും അത് ബാധിക്കുന്നുണ്ട്. ന്യൂട്രീഷൻ ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ഫുഡ് ഈസ് ഇൻജസ്റ്റഡ്, ഡൈജസ്റ്റഡ്, അബ്സോർബ്ഡ് ആൻഡ് മെറ്റബോളിക് വേസ്റ്റ് ആർ എക്സ്ക്രീറ്റഡ് ഔട്ട് ഓഫ് ദ ബോഡി എഫക്റ്റീവ്ലി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് കഴിക്കുന്നു എന്ന് മാത്രമല്ല, ആ കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെയുണ്ട്, അത് ബോഡി എങ്ങനെ അത് ഡൈജസ്റ്റ് ചെയ്യുന്നു, അതിലുള്ള ന്യൂട്രിയൻസ് എങ്ങനെ എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു, പിന്നെ അത് വേസ്റ്റ് മെറ്റീരിയൽസ് അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ന്യൂട്രീഷൻ്റെ ഭാഗമാണ്. ന്യൂട്രിയൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. Nutrients are substances which facilitate in body's growth, recovery from injury, optimal functioning of organs, and making person perform activity of daily living effectively. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു
വ്യക്തിയുടെ ഗ്രോത്ത് ആയിക്കോട്ടെ, അതല്ല അയാളുടെ എന്തെങ്കിലും ഒരു കണ്ടീഷനിൽ റിക്കവറി ചെയ്യുന്നത്, അതിപ്പോൾ ഒരു ഇഞ്ചുറി ആയിക്കോട്ടെ, ഇനി അതല്ല ഒരു വർക്കൗട്ടിൽ നിന്ന് റിക്കവറി ചെയ്യുന്നതായിക്കോട്ടെ, അതൊന്നും അല്ലെങ്കിൽ ഒപ്റ്റിമലായിട്ട് അയാളുടെ ഡേ ടു ഡേ ലൈഫ് മാനേജ് ചെയ്യാനായിക്കോട്ടെ, ഓർഗൻസിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷൻസ്, ഇതിനൊക്കെ ന്യൂട്രിയൻസ് അതുപോലെ അതിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പിക്ചർ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്, അതായത് ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഏറ്റവും നമ്മൾ ഡയറ്റിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്. നമ്മളിപ്പോൾ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്, അതുപോലെ നമുക്ക് ജനറലി ഇപ്പം പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുള്ള ആഹാരം നമ്മുടെ ഡേ ടു ഡേ ലൈഫിനായാലും നമ്മുടെ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യാനായാലും, അതായത് എനർജി കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് സോഴ്സ് നമുക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിൻ്റെ ആവശ്യങ്ങളുണ്ട്, പ്രോട്ടീൻസിൻ്റെ ആവശ്യമുണ്ട്. അതായത് ലെഗ്യൂംസ്, നട്ട്സ്, അതുപോലെ ഫിഷ്, ചിക്കൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ വരുന്ന സമയത്ത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് മോസ്റ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്, അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാതെ ജങ്ക് ആയിട്ട് കാലറീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഭക്ഷണങ്ങൾ. ഇപ്പോൾ സോഡ ഉണ്ട്, ഒരുപാട് സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ജനറലി പറയുമ്പോൾ നമുക്ക് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാത്ത, അതായത് നമ്മൾ കഴിക്കുന്നുണ്ട്, അതിൽ നിന്ന് കാലറീസ് കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പോഷക മൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ലീസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമുക്ക് ഹോൾ ഫുഡ്, അതായത് എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ആൽക്കഹോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് വേണമെങ്കിൽ തന്നെ അതിൻ്റെ യൂസേജ് എന്നുള്ളത് വളരെ കുറച്ച് വെക്കുക. അപ്പോൾ ഈ ഫുഡ് പിരമിഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രയോറിറ്റിയാണ്. ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാണ്, ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാണ്, ഇതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എപ്പോഴും ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾക്കാണ്. പ്രയോറിറ്റി കുറവ് ഉള്ളത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ജസ്റ്റ് ജങ്ക് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ ടോപ്പിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാനിപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും, അത് മാക്രോ ന്യൂട്രിയൻസ് ആയാലും മൈക്രോ ന്യൂട്രിയൻസ് ആയാലും, അതായത് പ്രോട്ടീൻ ആയിക്കോട്ടെ, കാർബോഹൈഡ്രേറ്റ്സ് ആയിക്കോട്ടെ, ഫാറ്റ് ആയിക്കോട്ടെ, വൈറ്റമിൻസ്, മിനറൽസ്, സൂ ന്യൂട്രിയൻസ്, ഫൈറ്റോ ന്യൂട്രിയൻസ്, അങ്ങനെയുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന, അതും ആഡിക്വേറ്റ് എമൗണ്ടിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, അത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിനെ എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, അതേപോലെ തന്നെ ഇനി അതല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിന്, അത് ഫിസിക്കലായിട്ടുള്ള പെർഫോമൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിക്കോട്ടെ, ഇതിനെ മാക്സിമം എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ടൈപ്പ് ഒരു ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് ബാലൻസ്ഡ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ പ്രോട്ടീൻ ആയാലും കാർബോഹൈഡ്രേറ്റ്സ് ആയാലും എല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡയറ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഇനി ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് നമ്മൾ എന്ത് കഴിക്കുന്നതല്ല, കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്ത് അടങ്ങിയിരിക്കുന്നു അതിന് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഈ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും, അതേപോലെ മറ്റൊന്ന് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ ന്യൂട്രിയൻസ് ആണ്. എന്താണ് മാക്രോ ന്യൂട്രിയൻസ്? മാക്രോ ന്യൂട്രിയൻസ് ആർ റിക്വയർഡ് ഇൻ വോയിസ് ക്ലിയർ ആവുന്നില്ല. വോയിസ് എല്ലാവർക്കും ഇതേ പ്രശ്നം ഉണ്ടോ? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, ഈ മാക്രോ ന്യൂട്രിയൻസിനെ പറ്റി പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ക്ലിയർ ഉണ്ടായിരുന്നില്ല.
ഓക്കെ, അപ്പം ന്യൂട്രിയൻസ് ബേസിക്കലി നമ്മൾ രണ്ട് തരത്തിൽ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്, രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മാക്രോ ന്യൂട്രിയൻസും അതേപോലെ മൈക്രോ ന്യൂട്രിയൻസും. അപ്പോൾ ഇനി മാക്രോ ന്യൂട്രിയൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. Macronutrients are required in large quantities in the human body. There are four types of macronutrients: protein, carbohydrates, fats, and water. Macronutrients എന്ന് പറയുമ്പോൾ നമുക്ക് ലാർജർ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ പ്രോട്ടീൻ ആയിക്കോട്ടെ, കാർബോഹൈഡ്രേറ്റ്സ് ആയിക്കോട്ടെ, ഫാറ്റ് ആയിക്കോട്ടെ, ഈവൻ വാട്ടർ ആയിക്കോട്ടെ, നമ്മൾ ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നത് വലിയ ക്വാണ്ടിറ്റിയിലാണ്. ഇപ്പോൾ പ്രോട്ടീൻ ആണെങ്കിൽ നമുക്കറിയാം ഗ്രാംസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ ഇത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ഡെയിലി കഴിക്കണം, ആ രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷേ ഇനി മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡോസേജ് കുറവാണ്, ചെറിയ ഡോസിൽ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. അതിന് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ഡോസേജ് കുറവാണെങ്കിലും അതും പ്രശ്നമാണ്, അതേപോലെ തന്നെ അത് ഒരുപാട് കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? 4 എണ്ണം വരുന്നുണ്ട്. പ്രോട്ടീൻ വരുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ് ആൻഡ് വാട്ടർ. ഇനി ഇതിനെ ഓരോന്നിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, പ്രോട്ടീൻ. പ്രോട്ടീൻ എന്താണ്? പ്രോട്ടീൻ comprises of carbon, hydrogen, oxygen, nitrogen, and sometimes sulfur. Protein, being the large molecules, cannot enter the body directly. Therefore, during digestion, protein are broken down into amino acids. Out of the 23 amino acids, 9 amino acids should be present in diet. These amino acids are utilized in formation of blood, muscles, nails, hair, and internal organs. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അത് കംപ്രൈസസ് ഓഫ് എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ. ഇത് അടങ്ങിയിട്ടുള്ള ഈ കോമ്പോണൻസ് അടങ്ങിയിട്ടുള്ളതാണ് പ്രോട്ടീൻ എന്ന് നമ്മൾ പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ലാർജ് മോളിക്യൂൾസ് ആണ്. ബേസിക്കലി ഈ നമ്മൾ ഇതിനെ പറ്റിയിട്ടൊന്നും ഒരുപാട് ബയോകെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കുക, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ലാർജ് മോളിക്യൂൾസ് ആണ്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? കാർബൺ വരുന്നുണ്ട്, അതേപോലെ ഹൈഡ്രജൻ, ഓക്സിജൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ആൻഡ് ഇത് ലാർജ് മോളിക്യൂൾസ് ആയതുകൊണ്ട് തന്നെ ബോഡിയിൽ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ബോഡിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആണ് യൂസ് ചെയ്യുക. എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് യൂസ് ചെയ്യുന്ന എന്തിൻ്റെ ഫോമിലാണ്? അമിനോ ആസിഡ്സിൻ്റെ ഫോമിലാണ്. ഇപ്പോൾ ഈ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ മൊത്തം 23 അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡ്സിൽ 9 എണ്ണം എന്ന് പറയുന്നത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. ബാക്കിയുള്ളത് നോൺ എസെൻഷ്യൽ എന്ന് പറയും. നോൺ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ബോഡി സ്വയം അത് ഉൽപ്പാദിപ്പിക്കും, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആണ്. എന്ന് വെച്ചാൽ അത് അവോയ്ഡ് ചെയ്യാം എന്നല്ല, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നല്ല. നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ പോലും അതിൽ എല്ലാ അമിനോ ആസിഡ്സും അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് ആണ് നമ്മൾ എപ്പോഴും ജനറലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ 9 അമിനോ ആസിഡ്സ് എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്, അതേപോലെ തന്നെ കമ്പൈൻഡ് വിത്ത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്? ഇത് നമ്മുടെ ബ്ലഡ് സെൽസ് ഫോർമേഷൻ ആയിക്കോട്ടെ, അതേപോലെ മസിൽസ് ടിഷ്യൂ ഫോർമേഷൻ ആയിക്കോട്ടെ, നെയിൽ, ഹെയർ ആൻഡ് ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ അതിൻ്റെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല ഫങ്ഷൻസും പ്രോപ്പറായിട്ട് നടക്കാനും. അതുപോലെ അതിൻ്റെ പ്രോപ്പറായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അതിൻ്റെ ഫങ്ഷനിങ്ങിനും അതേപോലെ അതിൻ്റെ ഗ്രോത്തിനും ഫോർമേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോട്ടീൻ്റെ ഫങ്ഷൻ അവിടെ ഞാൻ താഴെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോം ന്യൂ ടിഷ്യൂസ്, പുതിയ കോശങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ, ടിഷ്യൂ ഫോം ചെയ്യാൻ. റിപ്പയർ ദ ബ്രോക്കൺ ടിഷ്യൂ, ബ്രോക്കൺ ആയിട്ടുള്ള ടിഷ്യൂസ് റിപ്പയറിങ്ങിന് വേണ്ടി പ്രോട്ടീൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ റെഗുലേഷൻ ഓഫ് ബാലൻസ് ഓഫ് വാട്ടർ ആൻഡ് ആസിഡ്, ബോഡിയിലുള്ള ആസിഡ് അതേപോലെ വാട്ടർ ഫ്ലൂയിഡ് റെഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫെസിലിറ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്, ഓക്സിജനും ന്യൂട്രിയൻസും ഇന്ത്യയും മൂവ്മെൻറ്റ് ടിഷ്യൂസിലേക്ക് അല്ലെങ്കിൽ സെൽസിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പ്രോട്ടീൻ്റെ ഫങ്ഷൻസ്. അതേപോലെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു നമ്മുടെ ഇമ്മ്യൂണിറ്റി. നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള വൈറസ്, ബാക്ടീരിയ, ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ അതിനെ
ഡിഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസം പോലെ അതിനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള മാക്രോ ന്യൂട്രിയൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ്റെ സോഴ്സുകൾ നമുക്കറിയാം. പ്രോട്ടീൻ എന്ന് പറയുന്നത് ആനിമൽ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില പ്രോട്ടീൻ ഉണ്ട്. അതേപോലെ തന്നെ വെജിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആനിമൽ സോഴ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ജനറലി എഗ്സ് ഉണ്ട്, മിൽക്ക് അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സ്, മീറ്റ് ആൻഡ് ഫിഷ്, ഇതൊക്കെ കോമൺ ആയിട്ട് ഉള്ള പ്രോട്ടീൻ സോഴ്സുകളാണ്. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് സോയ, അതേപോലെ നട്ട്സ്, ദെൻ അതേപോലെ ഗ്രെയിൻസ്, പൾസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു ന്യൂട്രിയൻസ് നമുക്ക് ആവശ്യമാണ്, ഇതിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ പ്രോട്ടീൻ ആയാലും അത് കൂടിയാലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രോട്ടീൻ കൂടുതലായാൽ എന്തൊക്കെ നമുക്ക് കിഡ്നി ഇഷ്യൂസ്, അതേപോലെ ഓസ്റ്റിയോപൊറോസിസ്, ചില ഹേർട്ട് ഡിസീസസ് വരാനുള്ള കാരണങ്ങളും പ്രോട്ടീൻ അധികമായാലും, അതായത് എക്സസ് എമൗണ്ടിൽ എടുക്കുകയാണെങ്കിലും കാരണമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒപ്റ്റിമൽ ആയിട്ടുള്ള ഡെയിലി റിക്വയർമെൻറ്റ് ഒരു ഹ്യൂമൻ ബോഡിക്ക് എത്രയാണെന്ന് വെച്ചാൽ 0.36 ഗ്രാംസ് പെർ പൗണ്ട് ഓഫ് ബോഡി വെയിറ്റ് എന്നുള്ളതാണ്. അതായത് ബോഡി വെയിറ്റ് പൗണ്ടിൽ എടുത്തിട്ട് ഇൻറ്റു 0.36 എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്താൽ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ്. ഞാൻ പറഞ്ഞു ഇത് ജനറൽ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ്റെ കേസാണ്. ഇപ്പോൾ നിങ്ങൾ ആക്റ്റീവായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പോർട്സിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ജനറലി ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതിൻ്റെ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് പ്രോട്ടീനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇത് മാത്രമാണ് പ്രോട്ടീൻ്റെ ബെനിഫിറ്റ് അല്ല. പ്രോട്ടീൻ വേറെ ഒരുപാട് കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മേജറായിട്ട് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോട്ടീനിൽ വരുന്നത്. സംശയം ലാസ്റ്റ് നമുക്കൊരു 5 minutes തരാം, ലാസ്റ്റ് കഴിഞ്ഞിട്ട്. രണ്ടാമത്തെ മാക്രോ ന്യൂട്രിയന്റ് കാർബോഹൈഡ്രേറ്റ്സ്. Carbohydrates contain the element of carbon, hydrogen and oxygen. There are two main type of carbohydrates. നേരത്തെ പ്രോട്ടീൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു പ്രോട്ടീനിൽ എന്തൊക്കെ വരുന്നുണ്ട്, കാർബൺ വരുന്നുണ്ട്, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സംടൈംസ് അതിൽ സൾഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നുണ്ട്. പക്ഷേ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ അതിൽ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇതിൻ്റെ എലിമെൻറ്റ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ അഗെയിൻ കാർബോഹൈഡ്രേറ്റ്സ് ഈസ് ദ ഫ്യൂവൽ ഓഫ് അവർ ബോഡി ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എനർജി. നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി സോഴ്സ് അല്ലെങ്കിൽ ഫ്യൂവൽ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ബോഡിയുടെ ഫങ്ഷൻസ് അതിപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇന്റേണൽ ആയിട്ടുള്ള ഫങ്ഷൻസും ഏറ്റവും ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അത് കാർബോഹൈഡ്രേറ്റ് ആണ്. ആൻഡ് ഈ കാർബോഹൈഡ്രേറ്റ്സിനെയും നമ്മൾ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സും രണ്ടാമത്തത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും. അപ്പോൾ പ്രോട്ടീനും ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, പക്ഷെ നിങ്ങൾക്കത് പഠിക്കാനില്ല. അതായത് അമിനോ ആസിഡ്സിൻ്റെ ബേസിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സും അതേപോലെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും. കാർബോഹൈഡ്രേറ്റ്സിൽ നമ്മളിവിടെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും. അപ്പോൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇറ്റ്സ് എ സോല്യൂബിൾ ഇൻ വാട്ടർ, അതായത് വെള്ളത്തിൽ അലിയുന്ന ടൈപ്പ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ആക്ച്വലി ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സും അതേപോലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പേര് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതായത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ച് സിമ്പിൾ ആയിട്ടാണ്, അതേപോലെ കോംപ്ലക്സിൻ്റെ ആണെങ്കിൽ അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കെമിക്കൽ സ്ട്രക്ചറാണ് അതിനുള്ള. അത് ബേസിക്കലി അത് വരുന്നത് ഒരു ബയോകെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എന്താണ് സ്ട്രക്ചറിൻ്റെ വ്യത്യാസം എന്നുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ അത് വാട്ടർ സോളിബിൾ ആണ്. മറ്റേത് നേരെ നോക്കിയാൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, അത് വാട്ടർ സോളിബിൾ അല്ലാത്ത ടൈപ്പ് കാർബ്സ് ആണ്. ആൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിനുള്ളത്, വിച്ച് മീൻസ് ബേസിക്കലി ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറാണ്, അതിൽ ക്രിസ്റ്റൽ ഷേപ്പാണ്, ഒരു എന്താ പറയുക ഒരു ജിയോമെട്രിക് ബ്ലോക്ക് ഒരു ഷേപ്പാണ് അതിന് ഉള്ളത്.
കോംപ്ലക്സിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പോൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിൽ എന്തൊക്കെയാണ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇപ്പോഴത്തുള്ളത്. പിന്നെ വേറെ എന്താണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ? ആ സ്വീറ്റ് ഇൻ ടേസ്റ്റ്. ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. ദെൻ ഇതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് സ്മോളർ ചെയിൻ ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ. കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പേരും സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന രീതിയിൽ പറയുന്നത്. ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഗ്ലൂക്കോസ് വരുന്നുണ്ട്, ലാക്ടോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, സുക്രോസ് ആൻഡ് മാൾട്ടോസ്. ഇത് ഓരോന്നും ചിലപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എനിക്ക് തോന്നുന്നു 8th അല്ലെങ്കിൽ 9th ബയോളജിയിൽ പഠിക്കാനുള്ളൊരു കാര്യമാണ്. ഇപ്പം എന്താണ് ലാക്ടോസ്, ഗ്ലൂക്കോസ് എന്താണ്? ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഷുഗറിൻ്റെ ഒരു ബേസിക് ഷുഗർ എന്ന് നമുക്ക് ജനറലി പറയാൻ പറ്റും. അതേപോലെ ലാക്ടോസ് ആണെങ്കിൽ എന്താണ്? ലാക്ടോസ് ബേസിക്കലി നമ്മൾ മിൽക്കിൽ അടങ്ങിയിട്ടുള്ള ടൈപ്പ് ഓഫ് ഷുഗർ ആണ് നമ്മൾ ലാക്ടോസ് എന്ന് പറയുന്നത്. ഇനി അതല്ല, ഇപ്പോൾ ഫ്രക്ടോസ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുള്ള ഷുഗറാണ്. ദെൻ അതുപോലെ ഗാലക്ടോസ് എന്താണ്? ഇത് ബേസിക്കലി അതൊരു ഷുഗറാണ്. ഇത് ആക്ച്വലി കാണപ്പെടുന്നത് ഗ്ലൂക്കോസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് ലാക്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് വരുന്നത്. ആൻഡ് അതേപോലെ സൂക്രോസ് ആൻഡ് മാൾട്ടോസ്. സൂക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ആൻഡ് മാൾട്ടോസ് അത് ഗ്രെയിൻസിലും അതേപോലെ ബാർലി ഇതിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ഷുഗറിനെയാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് ഷുഗറിനെ നമുക്ക് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ള രീതിയിൽ ആണ് ജനറലി അത് കൺസിഡർ ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള വേറെ കുറച്ച് ഫാക്ടേഴ്സും കൂടി അതിൽ വരുന്നുണ്ട്. എസ്പെഷ്യലി അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്നുള്ളത് ഒരു സിമ്പിളാണ്. കമ്പാരിറ്റീവ്ലി അതൊരു സ്മോൾ ചെയിൻ കെമിക്കൽ കോമ്പോസിഷൻ ആണ് ആസ് കമ്പയർഡ് ടു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്. ഇനി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിൽ സ്റ്റാർച്ച് വരുന്നുണ്ട്, അതേപോലെ ഗ്ലൈക്കോജൻ വരുന്നുണ്ട്, സെല്ലുലോസും ആൻഡ് ഡെക്സ്ട്രൈൻ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്യാം. സ്റ്റാർച്ച് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ പ്ലാന്റ്സിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഷുഗറാന്ന് പറയാം. ജസ്റ്റ് ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ്. ഇത് എക്സാക്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ലെക്ചർ കുറച്ചുകൂടി ലെങ്തി ആയി പോകും. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങളുടെ സിലബസിൽ അത്ര ഡീപ്പായിട്ട് ഇത് പഠിക്കാനില്ല നിലവിൽ. ദെൻ അതുപോലെ സ്റ്റാർച്ച് വന്നു. പിന്നെ അതേപോലെ ഗ്ലൈക്ക് എന്ന് പറയുന്നത് ആനിമൽ ടിഷ്യൂസിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആനിമൽ സോഴ്സ് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അതിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഷുഗറാണ് ഗ്ലൈക്ക് എന്ന് പറയുന്നത്. അതേപോലെ സെല്ലുലോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി ഒരു ടൈപ്പ് ഓഫ് വേണമെങ്കിൽ ഒരു പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒന്നിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഷുഗറാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ ലാസ്റ്റ് വൺ ഡെക്സ്ട്രൈൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ചെയിൻ ഓഫ് സ്റ്റാർച്ച് ആണ് ബേസിക്കലി. ആൻഡ് അത് അതായത് സ്റ്റാർച്ചി ഫുഡ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അതിനെ ഡെക്സ്ട്രൈൻ നമുക്ക് പറയാൻ പറ്റും. സ്റ്റാർച്ച് എന്താണ്? ബേസിക്കലി സ്റ്റാർച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ്സിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഷുഗറാണ്. അപ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലേക്ക് ആണ് മാറുന്നത്. പിന്നെ ഇവിടെ കുറച്ച് കോമൺ ആയിട്ടുള്ള സോഴ്സുകൾ കൊടുത്തിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുള്ള. റൈസ് ഉണ്ട്, മെയ്സ്, അതേപോലെ പൾസസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതേപോലെ പീ, ഡേറ്റ്, ഗ്രേപ്സ്, പൊട്ടാറ്റോ, ബനാന, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഷുഗർ, ഈവൻ നോർമൽ ആയിട്ടുള്ള ടേബിൾ ഷുഗർ ആയിക്കോട്ടെ, ഇതിലൊക്കെ എന്താ പറയുക കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു സോഴ്സാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിലൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഫുഡ് സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോമിനൻ്റ് ആയിട്ട് ഏത് ന്യൂട്രിയൻ്റ് ആണ് അതിലുള്ള, ഏത് മാക്രോ ന്യൂട്രിയൻ്റ് ആണുള്ളത്, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയാം ഇത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷനാണ് അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഫാറ്റ് റിച്ച് ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചിട്ട് അതിൽ കാർബോഹൈഡ്രേറ്റ്സ് മാത്രമാണെന്നാണ് അല്ല. ഇപ്പോൾ ഈവൻ റൈസിലാണെങ്കിൽ പോലും ഒരു ചെറിയ എമൗണ്ട് പ്രോട്ടീൻ ഉണ്ട്. പക്ഷേ അതിൽ പ്രോട്ടീൻ ഉള്ളത് വളരെ കുറവാണ്, കാർബ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളവിടെ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നു. അതേപോലെ പൊട്ടറ്റോ ആയിക്കോട്ടെ, ബനാന ആയിക്കോട്ടെ, ഇതിലൊക്കെ വരുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോട്ടീനെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു, അതേപോലെ കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റി പറഞ്ഞു. ദെൻ മൂന്നാമത്തെ നമ്മുടെ മാക്രോന്യൂട്രിയൻറ്റ് ഫാറ്റ്. ഫാറ്റ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കീപ്പ് അസ് വാം എന്ന് പറയുമ്പോൾ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുക. രണ്ടാമത്തത് ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മുടെ അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം.
പിന്നെ അതുപോലെ ഹോർമോൺ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇത് മാത്രമാണോ? അല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരുപാട് ന്യൂട്രിയൻസിന് ആക്ച്വലി ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഫാറ്റും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചറിനെ, അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തി. നേരത്തെ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത പോലെ. ഇപ്പോൾ ഫാറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? ടൈപ്പ് ഓഫ് ഫാറ്റ് എന്ന് പറയുമ്പോൾ 5 തരത്തിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് സാച്ചുറേറ്റഡ്, സെക്കൻഡ് വൺ അൺസാച്ചുറേറ്റഡ്, മൂന്നാമത്തേത് ഹൈഡ്രോജനേറ്റഡ്, നാലാമത്തേത് പോളി അൺസാച്ചുറേറ്റഡ് ആൻഡ് ലാസ്റ്റ് വൺ ഇസ് മോണോ സാച്ചുറേറ്റഡ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ അതുപോലെ സോഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് റീഡ് ചെയ്യാം. ആക്ച്വലി ഈ ഒരു ക്ലാസ്സിന് ശേഷം ഞാൻ ഈ PDF നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. കൂടുതൽ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കാം, റിസർച്ച് ചെയ്യാം. ഓരോരോ ടോപ്പിക്ക് മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ അതിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാം. ദെൻ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്താണ്? അത് സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ അത് സോളിഡ് ആയിട്ടുള്ള ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. ദ റേസസ് ബ്ലഡ് കൊളസ്ട്രോൾ. അതായത് നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഒബ്വിയസ്ലി ഒരു ഫാക്ടറാണ്. പക്ഷെ എന്നാലും ജനറലി പറയുമ്പോൾ ബ്ലഡ് കൊളസ്ട്രോൾ റേസ് ചെയ്യാൻ സാച്ചുറേറ്റഡ് ഫാറ്റ് കാരണമാകുന്നുണ്ട്. ആനിമൽസ്, അതേപോലെ കോക്കനട്ട്, പാം ഓയിൽ, ഇതിലൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. വേറെ ഒരുപാട് സോഴ്സുകളുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ അതൊരു ലിക്വിഡാണ് റൂം ടെമ്പറേച്ചറിൽ. ഇത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. മെയിനായിട്ട് അത് പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. ദെൻ ഹൈഡ്രോജനേറ്റഡ് എന്ന് പറയുമ്പോൾ കൺവേർട്ടഡ് ടു സാച്ചുറേറ്റഡ് ഫ്രോം അൺസാച്ചുറേറ്റഡ്. അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള അതായത് ലിക്വിഡ് ആയിട്ടുള്ള, അതായത് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാറ്റിനെ നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ട്, അതായത് സോളിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിൾ മാജറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതാണ് ഇവിടെ സോഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. അതൊരു ടൈപ്പ് ഓഫ് ഒരു ബട്ടർ പോലെ ഒരു ടൈപ്പ്, ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ പോളി അൺസാച്ചുറേറ്റഡ് ആക്ച്വലി നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സോഴ്സ് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ, കോൺ, സോയ, അതുപോലെ ഫിഷ്, ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളത് പോളി അൺസാച്ചുറേറ്റഡ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ മോണോ അൺസാച്ചുറേറ്റഡ്. ഇതിന് ബ്ലഡ് കൊളസ്ട്രോളിൽ ഒരു എഫക്റ്റും വരുന്നില്ല. അതായത് അതിനെ പോസിറ്റീവായിട്ടായാലും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടായാലും അതിൽ എഫക്റ്റ് വരുന്നില്ല. ഇപ്പോൾ ഒലീവ് ആയാലും പീനട്ട് ഓയിൽ ആയിക്കോട്ടെ, കനോള, ഇങ്ങനെയുള്ള അതാണ് മെയിൻ ആയിട്ടുള്ള സോഴ്സ് വരുന്നത്. പിന്നെ അതുപോലെ ആനിമൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നത് ഗീ വരുന്നുണ്ട്, ബട്ടർ, കേർഡ്, ഫിഷ് ഓയിൽ, മിൽക്ക്, മീറ്റ് ആൻഡ് എഗ്സ്, ഇങ്ങനെയുള്ളത് ആനിമൽ സോഴ്സിൽ നമുക്ക് പറയാം. അതേപോലെ വെജിറ്റബിൾ സോഴ്സസിൽ വരുന്നത് ഡ്രൈ ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുള്ള, അതേപോലെ കോക്കനട്ട്, സോയാബീൻ, ഫുഡ് ഗ്രെയിൻസ്, മസ്റ്റർഡ് ഓയിൽ, കോട്ടൺ സീഡ്, ഇങ്ങനെയുള്ള ഇതിൽ വെജിറ്റേറിയൻ സോഴ്സ് ഓഫ് ഫാറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാക്രോ ന്യൂട്രിയൻസിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. മാക്രോ ന്യൂട്രിയൻസിൽ നമ്മൾ ആദ്യം പ്രോട്ടീനെ പറ്റി പഠിച്ചു. പ്രോട്ടീൻ ബേസിക്കലി 2 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും. അത് ആക്ച്വലി കുറേ ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല നിങ്ങളുടെ സിലബസിൽ. പിന്നെ അതിൻ്റെ കുറച്ച് ഫംഗ്ഷൻസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ബ്രീഫായിരുന്നു ഡിസ്കസ് ചെയ്തു. അതിൻ്റെ സോഴ്സ് ഡിസ്കസ് ചെയ്തു. പിന്നെ അതുപോലെ മാക്രോന്യൂട്രിയൻസിൽ രണ്ടാമത്തെ കാർബോഹൈഡ്രേറ്റ്സ്, അതിനെ നമ്മൾ 2 രീതിയിൽ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സും അതേപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ സോഴ്സും ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ ഉള്ളത് മൂന്നാമത് നമ്മൾ ഫാറ്റിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെയുള്ള ഹോർമോൺസ് പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതുപോലെ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്ര രീതിയിൽ? 5 രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തി, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ 2 ക്ലാസിഫിക്കേഷനാണ്, ഫാറ്റ്സ് ആണെങ്കിൽ 5 ക്ലാസിഫിക്കേഷൻ. അങ്ങനെ ജസ്റ്റ് റിമൈൻഡ്. ഇനി ലാസ്റ്റത്തെ മാക്രോ ന്യൂട്രിയൻസിലെ ഏറ്റവും ലാസ്റ്റ് ഉള്ള ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വാട്ടർ. നമ്മുടെ ശരീരത്തെ ഏകദേശം 60 മുതൽ 90% അടങ്ങിയിട്ടുള്ളത്, നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ളത് വാട്ടറാണ്. ആൻഡ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻറ്റും കൂടിയാണ്. ഇത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യുന്നത്? ഹെൽപ്സ് വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് റിമൂവൽ, അതിപ്പോൾ യൂറിനിലായിക്കൂടെ സ്വെറ്റിലൂടെ ഒക്കെ ആയാലും നമ്മുടെ ബോഡിയിൽ ടോക്സിനെ
ടോക്സിക് ആയിട്ടുള്ള എലിമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ കീപ്പിംഗ് ജോയിൻസ് ആൻഡ് ഓർഗൻസ് ഫംഗ്ഷനിങ് സ്മൂത്ത്ലി, നമ്മുടെ ജോയിൻസ് അതേപോലെ അവയവങ്ങൾ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാക്ക് ഓഫ് ഹൈഡ്രേഷൻ ക്യാൻ ക്വിക്ലി ലീഡ് ടു ഫെറ്റീഗ് ആൻഡ് ഡിക്രീസ്ഡ് ഫോക്കസ്. ഹൈഡ്രേഷൻ ലെവൽ കുറവാണെങ്കിൽ, അതായത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള എമൗണ്ട് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഫെറ്റീഗ് ആവും, ക്ഷീണം അനുഭവപ്പെടും. അതേപോലെ നമ്മുടെ ഫോക്കസ്, അറ്റൻഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ് ടു ദ സെൽ ഓഫ് ദി ബോഡി. നമ്മുടെ കോശങ്ങളിലേക്ക് ന്യൂട്രിയൻസ് എത്തിക്കാൻ ഉള്ളൊരു ഫങ്ഷൻ വാട്ടറിന് വരുന്നുണ്ട്. ആൻഡ് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഓൺ എക്സ്ക്രീഷൻ ഓഫ് മെറ്റബോളിക് വേസ്റ്റസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സ്ക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെറ്റബോളിക് വേസ്റ്റ് ഉള്ള ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂറിയ പോലുള്ള മെറ്റബോളിക് വേസ്റ്റുകൾ, അതായത് നമ്മുടെ ഫുഡിൽ നിന്ന് അതിൻ്റെ ഡൈജഷൻ, അബ്സോർപ്ഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന കെമിക്കൽ ആയിട്ടുള്ള കോമ്പോണൻസിന്, വേസ്റ്റ് മെറ്റീരിയൽസിന് എക്സ്ക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബോഡി ടെമ്പറേച്ചർ നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ ഈസ് എസെൻഷ്യൽ ഫോർ വേരിയസ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ദ ബോഡീസ് മെറ്റബോളിസത്തിന് അതേപോലെ വേരിയസ് കെമിക്കൽ റിയാക്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസിൽ ബേസിക്കലി 4 ടൈപ്പ് ന്യൂട്രിയൻസ് ആണ് വരുന്നത്. ഈ 4 പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്, വൈറ്റമിൻസും മിനറൽസും. അപ്പോൾ ഈ വൈറ്റമിൻസും ഇപ്പം മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാർജ് ക്വാണ്ടിറ്റിയിലാണ് കഴിക്കുക, അതായത് ഇപ്പോൾ ഗ്രാംസ് ആണ് നമ്മൾ ജനറലി അത് മെഷർ ചെയ്യാം. പക്ഷെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ അത് ചെറിയ ക്വാണ്ടിറ്റിയാണ്. ഇപ്പം മില്ലിഗ്രാം ആയിരിക്കാം, മൈക്രോഗ്രാം ആയിരിക്കാം, ഇന്റർനാഷണൽ യൂണിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമുക്കത് ആവശ്യമുള്ളൂ. ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഇഗ്നോർ ചെയ്യാൻ പറ്റിയ കാര്യമാണോ? അല്ല, നമുക്കത് ആവശ്യമുണ്ട്. അത് ഒരുപാട് ഫങ്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ചെറിയ ഡോസ് അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന് വലിയ പ്രശ്നമില്ല, കുറച്ച് കൂടിപ്പോയാലും എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? അതും പാടില്ല, കൂടിയാലും പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്. അപ്പോൾ ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വൈറ്റമിൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ് അവർ ബോഡി ഹെൽത്തി. ദേ പ്രൊമോട്ട് ഒപ്റ്റിമൽ ഫങ്ഷനിങ് ഓഫ് അതർ ന്യൂട്രിയൻസ്. വൈറ്റമിൻസ് ആർ ലൈക്ക് കെമിക്കൽസ്. വാട്ടർ സോളിബിൾ ആൻഡ് ഫാറ്റ് സോളിബിൾ ആർ 2 types ഓഫ് വൈറ്റമിൻസ്. അപ്പോൾ വൈറ്റമിൻസും മിനറൽസിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കി എല്ലാ ന്യൂട്രിയൻസിനെ പോലെ തന്നെ ഒരുപാട് ടൈപ്പ് കാര്യങ്ങളിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ നമ്മൾ ഇവിടെയും ഒരു ക്ലാസിഫിക്കേഷൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ തന്നെ നമ്മൾ 2 രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഫാറ്റ് സോളിബിൾ ആയിട്ടും രണ്ടാമത്തത് വാട്ടർ സോളിബിൾ ആയിട്ടും. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ഫാറ്റ് സോളിബിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. These vitamins are soluble in fat and are stored in the liver and in body fat. Fat soluble vitamins എന്ന് പറയുമ്പോൾ ഇത് ഫാറ്റിൽ ലയിക്കുന്നതാണ് അല്ലെങ്കിൽ അലിയുന്നതാണ്, അങ്ങനെ നമുക്ക് മലയാളത്തിൽ പറയാം. ഇത് ആക്ച്വലി ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് നിങ്ങൾ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് എക്സസ് എമൗണ്ടിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇത് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടും. ഇപ്പോൾ വൈറ്റമിൻ ഡി ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ജനറലി റെക്കമെൻഡ് ചെയ്യുക ഒരു 60,000 IU വീക്ക്ലി വൺസ്, അങ്ങനെ ഒരു 4 to 8 weeks കൺസിഡർ ചെയ്യാനാണ് പറയാം. എന്നിട്ട് എഗെയിൻ അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഡെഫിഷ്യൻസി ക്ലിയർ ചെയ്യാൻ പറ്റിയെങ്കിലും അവർ പിന്നീട് നോർമൽ ഡോസിൽ കഴിക്കുന്ന രീതിയിലാണ്. അപ്പോൾ എന്തുകൊണ്ട് 60,000 IU പെർ വീക്ക്? ബിക്കോസ് അത് ബോഡിയിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അത് നമ്മളെ യൂറിനിലൂടെ, സ്വെറ്റിലൂടെ അത് പുറത്തേക്ക് പോകും, എക്സ്ക്രീറ്റ് ആവും. അത് എക്സസ് എമൗണ്ടിൽ വന്നാൽ പോലും ബോഡി അത് എഫിഷ്യൻ്റ് ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പോൾ വാട്ടർ സോളിബിൾ വൈറ്റമിൻ, ദീസ് വൈറ്റമിൻസ് ആർ സോളിബിൾ ഇൻ വാട്ടർ ആൻഡ് ഡസ് നോട്ട് സ്റ്റോർ ഇൻ ബോഡി. ബോഡിയിൽ സ്റ്റോർ ചെയ്യില്ല, അത് എക്സ്ക്രീറ്റ് ആവും. ദ കിഡ്നി എക്സ്ക്രീറ്റ് എക്സസ് ഓഫ് ദീസ് വൈറ്റമിൻസ്. കിഡ്നി എന്ത് ചെയ്യും? എക്സസ് ആയിട്ടുള്ള ഇത് എക്സ്ക്രീറ്റ് ചെയ്യും. ഇപ്പോൾ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, ഡി, ഇ, കെ, ഈ 4 എണ്ണമാണ് ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ വൈറ്റമിൻ ഡിയുടെ കേസ് മാത്രമല്ല, വൈറ്റമിൻ ഇ ആയിക്കോട്ടെ, കെ ആയിക്കോട്ടെ, എ ആയിക്കോട്ടെ, ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇനി വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ
ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഉണ്ട്, അതേപോലെ ബയോട്ടിൻ, ഫോളിക് ആസിഡ്, ഇങ്ങനെയുള്ള ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ സോഴ്സുകൾ ഏതൊക്കെയാണ് അത് റിച്ച് ആയിട്ടുള്ള സോഴ്സുകൾ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ഞാൻ എടുത്ത് വായിക്കുന്നില്ല, നമുക്ക് സമയം കുറവായതുകൊണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ വൈറ്റമിൻ എ എടുത്താൽ അതിന് ഹെയർ ഗ്രോത്ത് ആയിക്കോട്ടെ, അതേപോലെ സ്കിൻ ടിഷ്യൂ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ വൈറ്റമിൻ ഡി ആണെങ്കിൽ കാൽഷ്യം അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കെ ആണെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന്, അതേപോലെ എല്ലുകളുടെ വളർച്ചയ്ക്ക്, ബോൺ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ സിന് ആണെങ്കിൽ അത് ബ്ലഡ് വെസൽസ് വാളിന് സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻറ്റി ഹിസ്റ്റമിൻ ആണ്, അതായത് അലർജിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിനെ വർക്ക് ചെയ്യും. അതേപോലെ കൊളാജൻ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോന്നിനും എന്താ പറയുക അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായ ഡോസേജിൽ വൈറ്റമിൻസും മിനറൽസും, ഇപ്പോൾ നേരത്തെ മാക്രോ ന്യൂട്രിയൻസ് പറഞ്ഞ പോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും കൃത്യമായ ഡോസേജിലേക്ക് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. അതിപ്പോൾ ഒരു നോർമൽ ഇൻഡിവിജ്വലിൻ്റെ ഒരു ഡോസേജ് ആയിരിക്കില്ല നിങ്ങൾ ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഉണ്ടാവുക. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ നേരത്തെ ഞാനൊരു വൈറ്റമിൻ ഡിയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് ഉള്ള ഡോസേജ് അല്ല നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഡോസേജ്. അപ്പോൾ എത്രത്തോളം നമുക്ക് റിക്വയർമെൻറ്റ് ഉണ്ടോ അത്രത്തോളം നമ്മൾ ഡോസേജ് അതിനനുസരിച്ചിട്ട് കൂട്ടണം. ഇപ്പോൾ RDA എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വയർഡ് ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ RDA വാല്യൂൻ്റെ ഇപ്പോൾ ഓരോ വൈറ്റമിൻസിനും ഓരോ റേഞ്ച് വെച്ചിട്ടുണ്ട്. ആ റേഞ്ചിൻ്റെ റിക്വയർമെൻറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിക്വയർമെൻറ്റിൻ്റെ ഏകദേശം ഒരു 70 to 100% നമ്മുടെ ഡയറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണോ അതിൻ്റെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണോ പ്രോപ്പറായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ, അത് നല്ല രീതിയിൽ നടക്കും. ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിനിക്കലായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഒക്കെ ആണെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രായം കുറവുള്ള ആൾക്കാരാണെങ്കിൽ ജനറലി ഇപ്പോൾ വൈറ്റമിൻസ് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെങ്കിലും നമ്മുടെ പെർഫോമൻസിന് അത് ചിലപ്പോൾ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ലായിരിക്കും. എഗെയിൻ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ലായിരിക്കും, പക്ഷേ പീക്ക് പെർഫോമൻസ്, മാക്സിമം എഫേർട്ട്, മാക്സിമം പെർഫോമൻസിന് അത് ഡെഫിനറ്റ്ലി എഫക്റ്റ് ചെയ്യും. പക്ഷേ പ്രായമുള്ള ആൾക്കാരുടെ കേസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ തന്നെ ലാസ്റ്റ് വൺ മിനറൽസ്. മിനറൽസ് ആർ important for good health and general development of the body and specific purposes such as proper functioning of muscles, formation of teeth, blood clotting and maintenance of the acid and base balance in the body. മിനറൽസിന് എന്താണ് അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് അത്? ഓവറോൾ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മറ്റ് ന്യൂട്രിയൻസ് പോലെ തന്നെ. ആൻഡ് ഇത് മസിൽസിൻ്റെ ഫങ്ഷനിങ് ആയിക്കോട്ടെ, നമ്മുടെ ഫോർമേഷൻ ഓഫ് ടീത്ത്, പല്ലുകളുടെ ഫോർമേഷൻ ആയിക്കോട്ടെ, ബ്ലഡ് ക്ലോട്ടിങ് ആയിക്കോട്ടെ, ആസിഡ് ബേസ് ബാലൻസ് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഇതിന് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ഇവിടെ വരുന്നത്? കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം, അയൺ ആൻഡ് സിങ്ക്. ഇതിൻ്റെ കുറച്ച് സോഴ്സുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് മാത്രമല്ല വേറെ ഒരുപാട് സോഴ്സുകളുണ്ട്. ഇപ്പോൾ ലീഫി വെജിറ്റബിൾസിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഫിഷ്, ഡാർക്ക് ചോക്ലേറ്റ്, മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഇതാണ്. അതേപോലെ നട്ട്സ് പൊട്ടാഷ്യത്തിന് വേണ്ടി കൺസിഡർ ചെയ്യാം. അതേപോലെ അയണിന് വേണ്ടിയിട്ട് ഫിഷ്, അതേപോലെ ഇവിടെ കുറേ സോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് സോഴ്സുകളുണ്ട്. ഇൻഫാക്ട് നിങ്ങൾ ന്യൂട്രീഷൻ ആക്ച്വലി കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഏതൊക്കെയാണ് അതിൻ്റെ സോഴ്സുകൾ, അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ ഡോസേജ് വേണ്ടത് ഒരു നോർമൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ ഒന്ന് അഡീഷണൽ ആയിട്ട് നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ സമ്മറൈസ് ചെയ്യുക, അതായത് ഈ ലെക്ചർ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ്? ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ ഫുഡ് പിരമിഡ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ നമ്മൾ ന്യൂട്രിയൻസിനെ പറ്റി പറഞ്ഞു. ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് 2 ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മാക്രോ ന്യൂട്രിയൻസ്, രണ്ടാമത്തത് മൈക്രോ ന്യൂട്രിയൻസ്.
ഈ മാക്രോ ന്യൂട്രിയൻസ് തന്നെ നമ്മൾ പിന്നെയും അതിനെ ഡിവൈഡ് ചെയ്തു, അതിനെ 4 ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയാണുള്ളത്? അതിൽ പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്. പിന്നെ അതിൻ്റെ സോഴ്സും ഫങ്ഷനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. പ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്താണ്, അതുപോലെ അമിനോ ആസിഡ്സ്, അതുപോലെ അതിൻ്റെ ഫങ്ഷൻസ്, അത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ എക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണ്. അതിപ്പോൾ പ്രോട്ടീൻ്റെ കേസ് മാത്രമല്ല, എന്തും എക്സസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. അതേപോലെ ദെൻ കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതിനെ നമ്മൾ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും. പിന്നെ കുറച്ച് സോഴ്സുകളെ പറ്റി ഡിസ്കസ് ചെയ്തു. ഫാറ്റിനെ പറ്റിയിട്ട് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ സ്ട്രക്ചറിനെ അനുസരിച്ചിട്ട് അതിനെ നമ്മൾ 5 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു: സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്, ഹൈഡ്രോജനേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് ആൻഡ് മോണോസാച്ചുറേറ്റഡ്. പിന്നെ അതിൻ്റെ സോഴ്സുകൾ, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ആൻഡ് പിന്നെ നമ്മൾ വാട്ടർ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. മാക്രോ ന്യൂട്രിയൻ്റ് ആയിട്ട് വാട്ടർ കൺസിഡർ ചെയ്യാനുള്ള റീസൺ, ബേസിക്കലി വാട്ടർ നമ്മൾ ലാർജ് ക്വാണ്ടിറ്റിയിലാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഹ്യൂമൻ ബോഡിയിൽ അത് പോസിറ്റീവായിട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇനി അഗൈൻ വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിലോ അതും എക്സസീവായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് മോശമാണ്. അപ്പോൾ എല്ലാം നമുക്ക് വേണ്ട അളവിൽ, വേണ്ട രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കുക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഏറ്റവും, അതായത് ഇപ്പോൾ ഒരു ഫുഡിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ഏറ്റവും ബയോ അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ പിന്നെ പറഞ്ഞത് മൈക്രോ ന്യൂട്രിയൻസിനെ പറ്റി പറഞ്ഞു. മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അതിനെ നമ്മൾ 2 ക്ലാസിഫൈ ചെയ്തു, വൈറ്റമിൻസും മിനറൽസും. ഈ വൈറ്റമിൻസിനെ 2 ക്ലാസിഫൈ ചെയ്തു, ഫാറ്റ് സോളിബിളും വാട്ടർ സോളിബിളും. അതിൻ്റെ ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഈ ഒരു ക്ലാസ്സിൻ്റെ സമ്മറി എന്ന് പറയുമ്പോൾ, നമ്മളുടെ ഒപ്റ്റിമലായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ, അതിപ്പോൾ ഒരു ഡേ ടു ഡേ ലൈഫിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ ആയിക്കോട്ടെ, നമുക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടാവണമെങ്കിൽ അവിടെ ന്യൂട്രിയൻസിൻ്റെ അളവ്, വേണ്ട അളവിൽ നമ്മളത് കൺസിഡർ ചെയ്യണം. അത് ഗ്രോത്ത് ആയിക്കോട്ടെ, മെയിൻ്റെനൻസ് ഫേസ് ആയിക്കോട്ടെ, റിക്കവറി ആയിക്കോട്ടെ, ഏത് ആംഗിൾ ആയാലും. ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ വേണം. കാർബോഹൈഡ്രേറ്റ്സ് മെയിൻ ആയിട്ടുള്ള ഒരു ഫ്യൂലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്രോട്ടീൻ അതിൻ്റെതായിട്ടുള്ള ബ്രോക്കൺ ടിഷ്യൂ റിപ്പയർ ചെയ്യുന്നതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂട്രിയൻ്റ് ആണ്. ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ചെറിയ എമൗണ്ടിൽ മാത്രമേ വേണ്ടുള്ളൂ, പക്ഷെ എന്നാലും അതും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. പിന്നെ വേറെ ലാസ്റ്റ് ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇപ്പോൾ ഡെയിലി ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് ലെവലിൽ സ്പോർട്സ് ചെയ്യുകയാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാവർക്കും ആവശ്യമാണ്, അവരുടെ എഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസിനും അതേപോലെ റിക്കവറി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രിയൻസ് ഏറ്റവും, അതായത് ഒന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഫുഡ് സോഴ്സ്, അത് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട്, അതായത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ബോഡി അത് പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിലെ പ്രോപ്പറായിട്ട് അത് മെറ്റബോളൈസ് ചെയ്ത് എല്ലാ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇനി ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചിക്കൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷനാണ്. അപ്പോൾ അതിലൊരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചിക്കൻ പച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും ഇല്ല. ഇനി അതല്ല, ചിക്കൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടും ഇല്ല. അപ്പോൾ എല്ലാം നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫുഡ് സോഴ്സ് കഴിക്കുമ്പോൾ അതിൽ ഇന്ന ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കഴിക്കാം, ഏറ്റവും മോശം രീതിയിലും കഴിക്കാം. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കഴിച്ച് നമുക്കത് ബോഡി, അതായത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നല്ല, നമ്മുടെ ബോഡി അത് എത്ര നന്നായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു, എത്ര നന്നായിട്ട് അത് അബ്സോർബ് ചെയ്യുന്നു, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഗ്രോത്തും നമുക്ക് കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായത്. എന്തെങ്കിലും ഡൗട്ട്സ് റിലേറ്റഡ് ടു ദിസ് ലെക്ചർ ഉണ്ടെങ്കിൽ പറയാം. ക്ലിയർ ആണോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനിക്കൊരു കാര്യം ചോദിക്കണ്ടായിരുന്നു. ചോദിച്ചോ. പിന്നെ നമ്മളിപ്പോ ഓൾറെഡി ഇപ്പൊ 65 കിലോ വെയിറ്റ്, അതേമാതിരി പിന്നെ അത്യാവശ്യം പിന്നെ ഹൈറ്റും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹൈറ്റുള്ള ഒരാൾക്ക് എത്ര
പ്രോട്ടീൻ ശരീരത്തിൽ ഓൾറെഡി ഡെയിലി കയറണം. എങ്ങനെയുള്ളവരാണ് അത്? എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള വ്യക്തിയാണോ? അല്ല, നോർമൽ അല്ല. എക്സസൈസ് നമ്മളെ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ 75 കിലോ വെയിറ്റ് ഉണ്ട്, 75 കിലോ വെയിറ്റും ഒരു 6 അടി ഹൈറ്റിലൊക്കെ ഒരാൾക്കാർക്ക് എത്ര ഇപ്പൊ ബൾഗി ആവുന്നില്ല. ബൾഗി ആവാൻ എത്ര സജഷൻ കൊടുത്താലും ബൾഗി ആവണില്ല എന്നുള്ള പരാതിയാണ്. അപ്പൊ അവരുടെ ശരീരത്തിലേക്ക് എത്ര പ്രോട്ടീൻ കയറിയാലേ അവള് ശരീരം ഒന്ന് ഡെവലപ്മെന്റ് ചെയ്യുള്ളൂ. ഇപ്പം നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ബോഡി വെയിറ്റ് ഇൻറ്റു ഒരു 1.6 ടു ഒരു 2 grams വരെ നമുക്ക് പ്രോട്ടീൻ അവർക്ക് കൊടുക്കാം ഡയറ്റിൽ. ശരീരത്തിൽ കയറാം. ആ, അതെ. അതിപ്പോ ഒരു 65 വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 130 വരെയൊക്കെ മാക്സിമം. മാക്സിമം 130 വരെ. ഓക്കെ, അതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എത്രയാണെന്നുള്ളത്. അപ്പൊ അതിങ്ങനെ ഓക്കെ ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ. യു വെൽക്കം. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു 70 വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു 60 ആവണമെങ്കിൽ നമ്മൾ 60ന്റെ പ്രോട്ടീൻ ആണോ നോക്കേണ്ടത്, 70ന്റെ പ്രോട്ടീൻ ആണോ നോക്കേണ്ടത്? ആക്ച്വലി ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ബോഡി വെയിറ്റ് ഇൻറ്റു അല്ല, മറിച്ച് ലീൻ ബോഡി മാസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഏറ്റവും ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്. അതായത് ഇപ്പോൾ ബോഡി വെയിറ്റ് ഇൻറ്റു 1.6 ടു 2 grams എന്നുള്ളത്. പക്ഷെ അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി ഇപ്പോൾ ചോദിച്ച രീതിയിലാണെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് ആക്ച്വലി ലീൻ ബോഡി മാസ്, അതായത് അവരുടെ ബോഡി വെയിറ്റ് അല്ല, ലീൻ ബോഡി മാസ് എത്രയുള്ളത് അതിൻ്റെ ഒരു 2 grams എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ്. സാർ, അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ക്ലാസ് എടുത്ത സാറിനോട് ചോദിച്ചു. എനിക്ക് ഓൾറെഡി തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഓക്കെ. അപ്പൊ അത് ഇപ്പൊ ഞാൻ 125 mg ആണ് കഴിക്കുന്ന ടാബ്ലറ്റ്. ഇത് തൈറോക്സിൻ ആണോ? അതെ, ഞാൻ തൈറോക്സിന് അത് കാലത്ത് ഒരു ഭക്ഷണത്തിന്റെ മുന്നേ കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ കഴിയുള്ളൂ. അതെ അതെ. അപ്പൊ ഇതുവരെ ഞാൻ ഇത്രയും 21 വർഷത്തോളം ഞാൻ ജിമ്മില് കളിക്കലും ഒരു കുറച്ച് 2013 വെച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ പ്രോട്ടീൻ കഴിച്ചിട്ടില്ല, ഫുള്ള് ഫുഡ് മാത്രം. ഇപ്പോ കുറച്ചൊരു 2025 ഡിസംബറിൽ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ക്രിയാറ്റിൻ തന്നു. ഞാൻ ഡോക്ടറോട് സജസ്റ്റ് ചെയ്തു. ഡോക്ടറിനോട് പറഞ്ഞു ആദ്യം എന്റെ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ യൂറിക് ആസിഡ് ചെക്ക് ചെയ്തു. അപ്പൊ കുഴപ്പമില്ല, നോർമലാണ്, വിഷയമല്ല, കുറച്ചൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ഒരു 10 ദിവസം ഞാൻ യൂസ് ചെയ്തു അത്. പിന്നെ ഒരു കുറച്ച് നേരം 2-3 മാസം കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അപ്പൊ എന്റെ 1.6 ആണ് ക്രിയാറ്റിന്റെ ലെവൽ കിടക്കുന്നത്. ക്രിയാറ്റിൻ. പിന്നെ യൂറിക് ആസിഡ് കുറച്ച് കൂടുതലുമാണ്. അപ്പൊ ഡോക്ടറോട് സംസാരിച്ച ഡോക്ടർ പറഞ്ഞു നിങ്ങള് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന ആളല്ല, അപ്പൊ എന്തായാലും നമ്മളെ ക്രിയാറ്റിന്റെ ഇതിന്റെ ലെവല് എപ്പോഴും കുറച്ച് കൂടുതലുണ്ടാവും. പ്രശ്നമൊന്നുമില്ല, എന്നാലും കുറച്ച് ഇതിന് പ്രോട്ടീൻ കുറച്ച് കമ്മിയാക്കിയാൽ മതി എന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രശ്നമുണ്ടോ കിഡ്നി റിലേറ്റഡ് ആയിട്ട്? ഇല്ല, അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട് ഓൾറെഡി, അതന്നെ ഉള്ളൂ. അത് നിങ്ങൾക്ക് നോർമൽ ആയിട്ട് തന്നെ കഴിക്കാം, പ്രശ്നമില്ല. പ്രോട്ടീൻ കഴിക്കുന്നതിനും തൈറോയിഡ് ആയിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ല. ഇല്ല, നിങ്ങൾക്ക് ഒരു ഡോക്ടർ റെക്കമെൻഡേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം, കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഈ ക്ലാസ് റിലേറ്റഡ് ആയിട്ട്? ക്ലിയർ ആണോ എല്ലാവർക്കും? ഞാനിപ്പോ ഇവിടെ ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ ഞാൻ ഇവിടെ പുറത്ത് നിന്നിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. എന്റെ ജ്യേഷ്ഠനൊരു ആക്സിഡന്റ് ആകുമ്പോൾ സർജറി നടക്കുന്നുണ്ട് രാത്രി എന്ന് പറഞ്ഞു. അപ്പൊ അതിന് വന്നതാ. ഒന്നും വ്യക്തമായിട്ട് ഒന്നും കേട്ടിട്ടില്ല, എന്നാലും ഞാൻ അതിന്റെ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ട്. ഒന്ന് ചോദിക്കാനൊരു ഇതിന് ഒന്നും കേട്ടിട്ടില്ല. ഈ വണ്ടികളെ സൗണ്ടും അതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. ഹെഡ്സെറ്റ് കയ്യിൽ എടുത്തോളില്ല. ഇതുവരെ കേട്ടിടത്തോളം ക്ലിയർ ആണോ?
കേട്ടത്തോളം കുഴപ്പമില്ല, അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അതില് ഞാന് പിന്നെ അതിന്റെ ആ കാറ്റലോഗ് ഒന്ന് സാറിന് വിട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ. ഞാൻ അയച്ചു. ഓക്കെ ഓക്കെ. എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആരെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാനിത് ഈ PDF ഞാൻ അയച്ചു തരാം. ഓക്കെ സാർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.